വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ആക്ച്വലി ഇപ്പം ഇതിങ്ങനെ ബ്ലാ ബ്ലാ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഈ വീഡിയോയിലുള്ള ഓഡിയോ അല്ല ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വീഡിയോ എടുത്തപ്പോഴത്തേനും ഞാൻ അപ്പോൾ തന്നെ വോയിസ് പറഞ്ഞിട്ടാണ് എടുത്തത്. പക്ഷേ എൻ്റെ മൈക്കിന് കുറച്ച് ഇഷ്യൂ ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് വീണ്ടും അത് റീടേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഒരുപാട് നാളായി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വിഷുവിന് ഒരു മേക്കപ്പ് വീഡിയോ ഇടാന്ന്. സോ ഞാനൊരു ചെറിയ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കേരള ട്രഡീഷണൽ സ്റ്റൈലിലാണ് കേട്ടോ റെഡി ആവുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഐസ് വെച്ചിട്ട് എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട്, നോർമലി ഞാൻ അങ്ങനെ എൻ്റെ ഫേസിന് കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇന്നും ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. ഇത് കുങ്കുമാതി ഓയിൽ ആൻഡ് സാഫ്രോണൊക്കെ ഉള്ളതാണ്. അടിപൊളി മോയ്സ്ചറൈസറാണ്. ഞാനിത് ആക്ച്വലി ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് തീർന്നതിന് ശേഷം സെക്കൻഡ് ബോട്ടിൽ വീണ്ടും വാങ്ങിച്ചതാണ്. നമ്മുടെ ഫേസിൽ ഈ ഡാർക്ക് പിഗ്മെൻറ്റേഷനും എന്തെങ്കിലും ഡാർക്കായിട്ടുള്ള സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ സൺസ്ക്രീനും ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തിട്ടിരുന്നത്. ഞാൻ കുറച്ച് സൺസ്ക്രീൻ മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ഞാൻ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് റെഡി ആവുന്നത്. അതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ രണ്ടും കൂടി നല്ലൊരു കവറേജ് നമുക്ക് കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഫോക്സ്റ്റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇത് മാറ്റിഫയിങ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഒരു ഓയിലി എഫക്റ്റ് അല്ല, നല്ല മാറ്റിഫയിങ് ആയിട്ടുള്ളതാണ്. 70 ആണ് ഇതിൻ്റെ SPF ഉള്ളത്. അതുപോലെ നോർമൽ ടു ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് പറ്റുന്നതാണ് കേട്ടോ. നല്ലൊരു സൺസ്ക്രീൻ ആണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടാനിങ്ങിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എടുക്കുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മെബ്ലിൻ്റെ ഫിറ്റ്മിയുടെ 128 ആണ് ഷെയ്ഡ് വരുന്നത് ഫൗണ്ടേഷൻ. നോർമലി ഞാൻ ഇത് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ ഷെയ്ഡിനേലും കുറച്ച് ലൈറ്ററാണ്, പക്ഷെ കുഴപ്പമില്ല, മിക്സൊക്കെ ചെയ്തിട്ട് ഇടുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഞാൻ എൻ്റെ കണ്ണും വളരെ ലൈറ്റായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഞാൻ ഒരുപാട് കൺമിഷിയാണെന്നുണ്ടെങ്കിലും ഐ ഷാഡോ ആണെന്നുണ്ടെങ്കിലും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൽ ഒരു ബ്ലാക്ക് കളറ് ഐ ഷാഡോ കൊണ്ട് ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൈ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുന്നു. അതായത് ജസ്റ്റ് ഐനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഒരു ഡാർക്ക്നെസ് കൊടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഐബ്രോസ് ഇതാ ഫില്ല് ചെയ്യുന്നുണ്ട്. അതും വളരെ ലൈറ്റായിട്ട് മാത്രം. ബ്രൗൺ കളർ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നോർമലി ഞാൻ എപ്പോഴും ബ്രൗൺ കളർ തന്നെ യൂസ് ചെയ്യാറ്. ബ്ലാക്ക് ആകുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നു എന്ന് എനിക്ക് ഫീൽ ഉള്ളതുകൊണ്ട് ബ്രൗൺ കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഷുഗർ പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ മസ്കാര ആണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള മസ്കാര ആയിരുന്നു. പക്ഷെ ഞാനൊരു ട്രിക്ക് പ്രയോഗിച്ചതിന് നശിപ്പിച്ച് വെച്ചേക്കുവാണ്. അതായത് മസ്കാര കുറച്ച് ഡ്രൈ ആയപ്പോഴത്തേനും ഞാൻ 2-3 തുള്ളി ഓയിൽ ഒഴിക്കുന്ന വീഡിയോസൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ 2-3 തുള്ളി ഒഴിച്ചപ്പോഴത്തേനും നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവുന്നു. പക്ഷേ കൂടുതൽ ഒഴിച്ചപ്പോഴത്തേനും അത് അലമ്പായിപ്പോയി. അപ്പം അതുകൊണ്ട് ഇപ്പോൾ മസ്കാര മര്യാദയ്ക്ക് വർക്കാവുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ചെറിയ രീതിക്ക് അപ്ലൈ ചെയ്ത് നിർത്താം. പിന്നെ ലിപ്സിൽ എൻ്റെ കൂടെപ്പുറപ്പായിട്ടുള്ള വാസ്ലിൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, കാരണം അത്രയും ഡ്രൈ ആയിട്ടുള്ള ലിപ്സാണ് എനിക്കുള്ളത്. ബ്ലഷായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ഒരു പോപ്പ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു ബ്ലഷാണ്. ഭയങ്കര അടിപൊളി ബ്ലഷാട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ആ പൗഡർ അപ്ലൈ ചെയ്യാനായിട്ടുള്ള കുറേ ഇട്ടാലല്ല അത് തെളിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഭയങ്കര നാച്ചുറലായിട്ടുള്ളൊരു ഫിനിഷിങ്ങുള്ള ബ്ലഷാട്ടോ. നല്ല ഭംഗിക്ക് നമ്മുടെ ഫേസിലിരിക്കും. ഫേസ് നല്ല ഗ്ലോ ആൻഡ് ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷം ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ലിപ്സ്റ്റിക് ഏതാണെന്ന് എനിക്ക് അറിയില്ല. ഞാനിവിടെ അടുത്തൊരു കടയിൽ നിന്ന് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നേരത്തേക്ക് പോകുന്ന ടൈമിലൊന്നും ഇടാറില്ല. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ മാത്രമേ ഇടാറുള്ളൂ. ഇതും അതുപോലെ തന്നെ ഭയങ്കര നാച്ചുറലായിട്ട് ലിപ്സിലെ പിങ്കായിട്ട് തോന്നുന്ന രീതിക്കുള്ളൊരു പിങ്ക് കളറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഷെയ്ഡും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ മീഷോന്ന് 150 രൂപയിൽ താഴെ ആയിട്ടുള്ളൂ കേട്ടോ. ആ ഒരു റേഞ്ചിൽ വാങ്ങിച്ച ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മാല എന്ന് പറയുന്നതാണ് തോന്നുന്നു. ഇത് ആ ഒരു ഇത് വാങ്ങിച്ചതാണ്. പക്ഷെ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ചിലപ്പം കളറൊക്കെ ഏത് രീതിയിലാണാവോ ഇരിക്കാന്ന്. പക്ഷെ നല്ല അടിപൊളി സാധനമായിരുന്നു. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ കോഡ് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഹെയറിൻ്റെ കാര്യം എനിക്ക് പണ്ടേ അറിയില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഹെയർ എന്ത് ചെയ്യണമെന്ന് കുറേ ആലോചിച്ചതിന് ശേഷം ഞാൻ ഇതിങ്ങനെ
ജസ്റ്റ് ഒന്ന് പിരിച്ച് പിരിച്ചിട്ട് എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം നല്ലത് അഴിച്ചിടാമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അമ്പലത്തിൽ പോകുന്ന രീതിയിൽ ക്ലിപ്പ് ഇട്ട് വയ്ക്കാമെന്ന്. അങ്ങനെ 5-6 മോഡലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോഴാണ് ഇത് കുറച്ച് മഞ്ഞ പൂക്കൾ എൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ വിചാരിച്ചു ഓക്കെ വിഷുവല്ലേ എന്നാൽ കുറച്ച് കണിക്കൊന്ന വെച്ച് സെറ്റ് ചെയ്യാമെന്ന്. അത് വലിയ സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല, എന്തായാലും വെച്ചു.